പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി ബയോ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 സുവോളജിയിലെ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൻ്റെ റിവിഷനാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ വർഷം +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് കൂടി ഇത് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഓരോ ചാപ്റ്റർ വീതം നമ്മൾ നാളെ മുതൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും മികച്ച സ്കോറുകൾ വാങ്ങിയെടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയും ചെയ്യുന്നു. അപ്പോൾ ബയോമോളിക്യൂൾസ് വളരെ സിമ്പിളായൊരു ചാപ്റ്ററാണ്. എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രത്യേകം ശ്രദ്ധിക്കുക, 100% ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കൊള്ളണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവികളുടെ ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ ബോഡിയിൽ കാണപ്പെടുന്ന എല്ലാത്തരം മോളിക്യൂളുകളെയും നമ്മൾ എന്താ വിളിക്കുക? ബയോമോളിക്യൂൾസ്. ഈ ജീവികളുടെ ബോഡിയിലുള്ള ബയോമോളിക്യൂൾസുകളെ പറ്റിയുള്ള ചാപ്റ്ററാണ് ഇവിടെ ഈ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ ലിസ്റ്റ് കാണാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ്, ഷുഗറുകൾ, ലിപ്പിഡ്സ്, ഫാറ്റ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, അമിനോ ആസിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, DNA, RNA, ഇതൊക്കെ എന്താണ്? പലതരം ബയോമോളിക്യൂൾസാണ്. ഇവരെക്കുറിച്ചുള്ള ഇവരുടെ സ്ട്രക്ചർ പഠിക്കാണ്ട് നമുക്ക് അത് വളരെ സിമ്പിളായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ നമ്മുടെ ബോഡിയിൽ, ആനിമൽ ബോഡിയിലും പ്ലാന്റ് ബോഡിയിലുള്ള പ്രധാനപ്പെട്ട ബയോമോളിക്യൂൾസിനെ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് 2 ഭാഗത്തായിട്ട്. അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിയോറ്റൈഡുകൾ, ഇതൊക്കെ എന്താണ്? ബയോമോളിക്യൂൾസ് ആണ്. ഓക്കെ, ഇതിൽ ഈ കൊടുത്തിരിക്കുന്നതിൽ ഈ കാണുന്ന ഇടതുവശത്തുള്ള ബയോമോളിക്യൂളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ മോളിക്യൂൾസ്. എന്താ വിളിക്കുക? മൈക്രോ മോളിക്യൂൾസ് എന്നാണ് വിളിക്കുക. കാരണം ഈ കാണുന്ന ഈ ഭാഗത്തുള്ള ഈ ബയോമോളിക്യൂൾസ് എല്ലാം വളരെ വലുപ്പം കൊണ്ട് വളരെ സൈസ് കുറഞ്ഞ, മോളിക്കുലാർ വെയിറ്റ് വളരെ കുറവുള്ള ബയോമോളിക്യൂൾസാണ്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ മൈക്രോ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ ഭാഗത്ത് കാണുന്ന ബയോമോളിക്യൂൾസ്, ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാക്രോ മോളിക്യൂൾ. മാക്രോ മോളിക്യൂൾ എന്നാണ് വിളിക്കുക. ഇവരെ മാക്രോ മോളിക്യൂൾ എന്ന് വിളിക്കാൻ കാരണം ഇവരുടെ മോളിക്കുലാർ വെയിറ്റ് കൂടുതലാണ്. സോ മോളിക്കുലാർ വെയിറ്റ് കുറവുള്ള, കുറച്ചുകൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ മോളിക്കുലാർ വെയിറ്റ് 1000 ഡാൾട്ടനിലും കുറവുള്ള ബയോമോളിക്യൂൾസ് ആണെന്ത്? മൈക്രോ മോളിക്യൂൾസ്. എന്നാൽ മോളിക്കുലാർ വെയിറ്റ് 1000 ഡാൾട്ടനിലും മേലെയാണെങ്കിൽ അത് നമ്മൾ മാക്രോ മോളിക്യൂൾ എന്ന് വിളിക്കും. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ മോളിക്യൂൾസ്? മൈക്രോ മോളിക്യൂൾസിൻ്റെ മോളിക്കുലാർ വെയിറ്റ് 1000 ഡാൾട്ടനിലും താഴെയാണ്. മാക്രോ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കൂടുതലായിരിക്കും. മൈക്രോ മീൻസ് സ്മോൾ, മാക്രോ മീൻസ് ലാർജ്, ബിഗ് എന്നൊക്കെ നമുക്ക് മീനിങ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അറിയോ? ഈ ബയോമോളിക്യൂളുകൾ ഓരോരുത്തരെ പറ്റിയും നമ്മൾ വിശദമായി പഠിക്കാൻ പോവുകയാണ്. ഈ ഒരു ലിസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് അമിനോ ആസിഡുകളെ പറ്റിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ ഭാഗത്തായിട്ട് പോവുക. നിങ്ങൾ ഇതിൻ്റെ PDF നിങ്ങൾക്ക് അയച്ചു തരും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സ്കോറിങ്ങിലോട്ട് എത്താൻ പറ്റും. നമ്മളവിടെ എക്സാം നടത്തും അടുത്ത ദിവസം. ഇന്ന് നമ്മൾ എടുത്ത ഈ ചാപ്റ്ററിൻ്റെ എക്സാം നാളെ വൈകുന്നേരം നമ്മുടെ ഗ്രൂപ്പിലൂടെ ഒരു എക്സാം ആയിട്ട് വരുന്നുണ്ട്. ആ എക്സാം നിങ്ങൾ എഴുതുക, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അമിനോ ആസിഡിനെ പറ്റി പറയാൻ പോവുകയാണ്. ഓക്കെ, ഈ കാണുന്നതാണ് ഒരു അമിനോ ആസിഡിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ അമിനോ ആസിഡ്. സോ അമിനോ ആസിഡ് ഇസ് എ മൈക്രോ മോളിക്യൂൾ ആണല്ലോ. ഈ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ അമിനോ ആസിഡിൻ്റെ മധ്യഭാഗത്ത് ഒരു കാർബൺ ഉണ്ടാവുക. ഇവിടെ കാണാൻ പറ്റും. ഈ കാർബണിൻ്റെ 4 വാലൻസുകളിലായിട്ട് ഇവിടെ ഒരു ഭാഗത്ത് ഒരു COOH ഉണ്ടാവും, അതായത് കാർബോക്സിൽ ഗ്രൂപ്പ്. അതുപോലെ മറ്റൊരു ഭാഗത്ത് NH2, അതായത് അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും. ഒരു ഭാഗത്ത് ഹൈഡ്രജൻ ഉണ്ടാവും, ഹൈഡ്രജൻ. 4ാമത്തെ പോയിന്റിൽ നമുക്ക് എന്ത് കാണാം? ഒരു വേരിയബിൾ ഗ്രൂപ്പ് ഉണ്ടാവും.
ഈ വേരിയബിൾ ഗ്രൂപ്പ് മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഈ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്. പലതരം അമിനോ ആസിഡ് ഉണ്ട്. എല്ലാ അമിനോ ആസിഡുകളുടെയും ഒരു ഭാഗത്ത് കാർബോക്സിൽ ഗ്രൂപ്പാണ് വരിക, ഒരു ഭാഗത്ത് ഹൈഡ്രജൻ ഉണ്ടാവും, ഒരു ഭാഗത്ത് NH2 അഥവാ അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും. പക്ഷേ ഈ വേരിയബിൾ ഗ്രൂപ്പ് മാറിക്കൊണ്ടിരിക്കും. വേരിയബിൾ ഗ്രൂപ്പ് മാറുമ്പോഴത്തേയും അമിനോ ആസിഡിൻ്റെ പേരും മാറും. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ അമിനോ ആസിഡ്. ഈ ഒരു ഇമേജ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ഏതാണ് ബയോമോളിക്യൂൾ. അപ്പോൾ നിങ്ങൾ ഏത് എഴുതണം? ഇറ്റ് ഈസ് അമിനോ ആസിഡാണ്. ഓക്കെ, ഇനി പലതരം അമിനോ ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് എന്ത് വ്യത്യാസം അനുസരിച്ചിട്ടാണ് വേരിയബിൾ ഗ്രൂപ്പ് മാറുമ്പോൾ പറയുന്നത് അമിനോ ആസിഡിൻ്റെ പേര് മാറുന്നത്? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 3 അമിനോ ആസിഡിൻ്റെ ഡയഗ്രം നമുക്ക് സ്പെഷ്യലായിട്ട് പഠിക്കാനുണ്ട് ഇവിടെ. സോ നമുക്ക് പഠിക്കാനുള്ള 3 പ്രധാനപ്പെട്ട അമിനോ ആസിഡാണ്. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ അമിനോ ആസിഡാണ് ഗ്ലൈസിൻ. ഗ്ലൈസിൻ്റെ വേരിയബിൾ ഗ്രൂപ്പ് നിങ്ങൾ കണ്ടല്ലോ, ഹൈഡ്രജൻ ആണ് ഗ്ലൈസിൻ്റെ വേരിയബിൾ ഗ്രൂപ്പ്. ഓക്കെ, സോ ഈ വേരിയബിൾ ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് ഹൈഡ്രജൻ വന്നാൽ അമിനോ ആസിഡിൻ്റെ പേരെന്തായിരിക്കും? ഗ്ലൈസിൻ എന്നായിരിക്കും. ഇനി വേരിയബിൾ ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് CH3 വന്നാൽ അതാണ് ആ അമിനോ ആസിഡിൻ്റെ പേരാണ് അലാനിൻ. വേരിയബിൾ ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് CH2OH വന്നു കഴിഞ്ഞാൽ അമിനോ ആസിഡിൻ്റെ പേര് മാറി ഇറ്റ് ബിക്കം എ സെറൈൻ അമിനോ ആസിഡ്. സോ വെൻ ദ വേരിയബിൾ ഗ്രൂപ്പ് ചേഞ്ച് ദ നെയിം ഓഫ് അമിനോ ആസിഡ് ആൾസോ ചേഞ്ച്. അമിനോ ആസിഡിൻ്റെ പേര് മാറും. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരണം. നിങ്ങൾക്ക് ഈ 2 അമിനോ ആസിഡ് തരും, ചിത്രം തരും. ഇത് രണ്ടും ഏത് അമിനോ ആസിഡ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്ലൈസിനാണ് അലാനിനാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് തെറ്റാതെ എഴുതാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ ഈ 3 ഡയഗ്രാം ഓർത്ത് വെക്കുക. വേരിയബിൾ ഗ്രൂപ്പ് ഹൈഡ്രജൻ ആണെങ്കിൽ ഗ്ലൈസിനാണ്, CH3 ആണെങ്കിൽ അലാനിനാണ്, അതുപോലെ പിന്നെ CH2OH ആണെങ്കിൽ സെറൈനാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ഭാഗം ഇവിടെ കണ്ടല്ലേ, വേരിയബിൾ ഗ്രൂപ്പിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഗ്ലൈസിൻ വരുന്നത് ഹൈഡ്രജൻ വരുമ്പോഴാണ്, മീഥൈൽ ഗ്രൂപ്പാണ് അലാനിനാണ്, CH2OH അതായത് ഹൈഡ്രോക്സിൽ മീഥൈൽ വന്നാൽ അത് സെറൈനാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇനി അമിനോ ആസിഡുമായി ബന്ധപ്പെട്ട ഇവിടെ നിങ്ങൾ നോക്ക്, ഒരു അമിനോ ആസിഡ് ഇവിടെ ഉണ്ട്. ഇവിടെ 2ാമത്തെ അമിനോ ആസിഡ്, ഇത് 3ാമത്തെ അമിനോ ആസിഡ്. ഓക്കെ, ഈ അമിനോ ആസിഡുകൾ ഒരു ന്യൂട്രൽ അക്വസ് സൊല്യൂഷനിലാണെങ്കിൽ, എന്താ ന്യൂട്രൽ അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? pH 7 ഉള്ള സൊല്യൂഷനാണ്. ആസിഡും അല്ല ബേസും അല്ല. ഇത്തരം ഒരു മീഡിയത്തിലാവുന്ന സമയത്ത് അമിനോ ആസിഡിൽ എന്തുണ്ടാവും? അതിൻ്റെ ഒരു ഭാഗത്ത് പോസിറ്റീവും ഒരു ഭാഗത്ത് നെഗറ്റീവും ചാർജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നടുവിലുള്ള അമിനോ ആസിഡുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ ഇവിടെ നെഗറ്റീവ് ചാർജ് കാണാൻ പറ്റും, COO, അവിടെ ഒരു നെഗറ്റീവ് ചാർജ്. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ചാർജ് വരുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? സ്വിറ്റർ അയൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കും, ഈ ഒരു ഡയഗ്രാം തന്നുകൊണ്ട് എന്താണ് സ്വിറ്റർ അയോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ആൻസറാണ് എന്താണ്? ഈ ന്യൂട്രൽ അക്വസ് സൊല്യൂഷൻ, ന്യൂട്രൽ ആയിട്ടുള്ള സൊല്യൂഷനിൽ അമിനോ ആസിഡ് ഫോം എന്തുണ്ടാക്കും? സ്വിറ്റർ അയൺ കാണിക്കും എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഹാവിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. അതിൽ പോസിറ്റീവ് ചാർജും ഉണ്ടാവും, നെഗറ്റീവ് ചാർജും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ചോദിക്കാവുന്ന ഒരു പോയിന്റ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അമിനോ ആസിഡുകളെ നമുക്ക് വീണ്ടും 2ആയി തരംതിരിക്കാം. നമുക്ക് എവിടുന്ന അമിനോ ആസിഡ് കിട്ടുന്നത്? 2 രൂപത്തിലാണ് നമുക്ക് അമിനോ ആസിഡ് കിട്ടുന്നത്. ഒന്ന്, നമ്മുടെ ബോഡി തന്നെ നിർമ്മിക്കും. ചില അമിനോ ആസിഡ് നമ്മുടെ ശരീരം എന്തെയും സ്വന്തമായി നിർമ്മിക്കും. ചിലത് നമുക്ക് ഭക്ഷണത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. അത് നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വയം നിർമ്മിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ചില അമിനോ ആസിഡുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. ഈ എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ പേര് അർത്ഥം പ്രത്യേകം എന്താണെന്നറിയോ? ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവൽ നിർബന്ധമാണ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞത് അത്യാവശ്യമുള്ളതെന്നല്ലേ.
അപ്പോൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൽ നിർബന്ധമുള്ള അമിനോ ആസിഡുകളെ വിളിക്കുന്ന പേരാണെന്ത്? എസൻഷ്യൽ അമിനോ ആസിഡ്. ഇങ്ങനെ നിർബന്ധമാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിന് സ്വന്തമായി നിർമ്മിക്കാൻ സാധിക്കില്ല. സ്വന്തമായി നിർമ്മിക്കാൻ സാധിക്കാത്തത് നമ്മൾ ഫുഡിലൂടെ എല്ലാം കിട്ടാൻ വഴിയുള്ളൂ. സോ ഇവിടെ നോക്ക്, അമിനോ ആസിഡ്സ് വിച്ച് ആർ കമ്പൾസറി ഇൻ അവർ ഫുഡ്. നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട അമിനോ ആസിഡുകളെ വിളിക്കുന്ന പേരാണെന്ത്? എസൻഷ്യൽ അമിനോ ആസിഡ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ കനോട്ട് ബി സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി. അവ നമ്മുടെ ബോഡി സ്വന്തമായി നിർമ്മിക്കാൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ വിഭാഗം അമിനോ ആസിഡാണ് നോൺ എസൻഷ്യൽ അമിനോ ആസിഡ്. നോൺ എസൻഷ്യൽ അമിനോ ആസിഡിൻ്റെ പ്രത്യേകത എന്താണ്? ഇവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൽ നിർബന്ധമല്ല. എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? ഇവ നമ്മുടെ ബോഡിക്ക് സ്വന്തമായി നിർമ്മിക്കാൻ സാധിക്കും. ഭക്ഷണത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബോഡിക്ക് കിട്ടും, എക്സ്ട്രാ കിട്ടുന്നതാണ്. ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബോഡിക്ക് ഈ അമിനോ ആസിഡ് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായി നിർമ്മിക്കാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് എസൻഷ്യൽ ഇൻ അവർ ഫുഡ്. സോ അമിനോ ആസിഡ് വിച്ച് ആർ നോട്ട് കമ്പൾസറി ഇൻ അവർ ഫുഡ്. നമ്മുടെ ഫുഡിൽ ഉണ്ടാവൽ കമ്പൾസറി അല്ലാത്ത അമിനോ ആസിഡാണിത് നോൺ എസൻഷ്യൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി. ഇവ നമ്മുടെ ബോഡിയിൽ തന്നെ നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് അമിനോ ആസിഡിൻ്റെ എസൻഷ്യൽ ആൻഡ് നോൺ എസൻഷ്യൽ കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അമിനോ ആസിഡുകൾ പല ടൈപ്പ് ഉണ്ട്. ചിലത് അസിഡിക് ആണ്. ചില അമിനോ ആസിഡ് എന്തായിരിക്കും? അസിഡിക് അമിനോ ആസിഡ് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. ചില അമിനോ ആസിഡ് ബേസിക് ആയിരിക്കും. അതിന് എക്സാമ്പിളാണെന്ത്? ലൈസിൻ. ചിലത് ആസിഡിക്കും അല്ല ബേസിക്കും അല്ലാത്ത അമിനോ ആസിഡ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ അമിനോ ആസിഡ്. അതിന് എക്സാമ്പിളാണ് വാലൈൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടീനുകളെ പറ്റിയാണ്. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോളിമർ ഓഫ് അമിനോ ആസിഡ്. ഇപ്പോൾ നോക്കിക്കോ, ഇതൊരു അമിനോ ആസിഡാണ്, ഇത് വേറൊരു അമിനോ ആസിഡ്, ഇത് മറ്റൊരു അമിനോ ആസിഡ്. ഇങ്ങനെ ഒരുപാട് അമിനോ ആസിഡുകളെ കോർത്തിണക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു വലിയ മോളിക്യൂളാണെന്ത്? പ്രോട്ടീനുകൾ. ഇങ്ങനെ ഒരു പ്രോട്ടീനിലെ അമിനോ ആസിഡുകളെ ബന്ധിപ്പിക്കുന്ന കണക്ട് ചെയ്യുന്ന ബോണ്ടിൻ്റെ പേരാണെന്ത്? പെപ്റ്റൈഡ് ബോണ്ട്. എന്താ വിളിക്കുക? പെപ്റ്റൈഡ് ബോണ്ട്. സോ പ്രോട്ടീൻസ് ആർ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്. നമ്മൾ നേരത്തെ പഠിച്ചുള്ള കുറേ ബയോമോളിക്യൂൾസിനെ പറ്റി അവിടെ നമ്മൾ പ്രോട്ടീനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടീൻ്റെ ഗ്രൂപ്പ് ഏതായിരുന്നു? മാക്രോ മോളിക്യൂളാണ്. എന്തുകൊണ്ടാണ് പ്രോട്ടീൻ ഒരു മാക്രോ മോളിക്യൂളായത്? ഒരു പ്രോട്ടീനിൽ നിങ്ങൾ നോക്ക്, ഇത് സിംഗിൾ അമിനോ ആസിഡാണ്. ഇവിടെ നോക്ക്, ഈ പ്രോട്ടീനിൽ ഒരുപാട് അമിനോ ആസിഡിൻ്റെ ലോങ് ചെയിൻ അല്ലേ? അങ്ങനെ ഒരുപാട് അമിനോ ആസിഡ് വരുന്ന ലോങ് കോംപ്ലിക്കേറ്റഡ് ചെയിൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ത് ചെയ്യും? കൂടുതലാവും. അതൊരു മാക്രോ മോളിക്യൂൾ ആവുകയും ചെയ്യും. ഓക്കെ, ഇനി ചോദിക്കാറുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്, പ്രോട്ടീനുകൾ ഒരു ഹെറ്ററോ പോളിമറാണ്. പ്രോട്ടീൻ ഈസ് എ ഹെറ്ററോ പോളിമർ. അങ്ങനെ പറയാൻ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഹെറ്ററോ മീൻസ് ഡിഫറെൻറ്റ്. ഒരു പ്രോട്ടീനിലെ അമിനോ ആസിഡുകളെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും. നിങ്ങളിവിടെ നോക്ക്, ഇതൊക്കെ പലതരം അമിനോ ആസിഡ് പല നിറങ്ങളിൽ കാണാം. ഈ പ്രോട്ടീനിൽ നോക്കൂ, ഈ പ്രോട്ടീനിൽ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രോട്ടീനിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെറ്ററോ പോളിമർ ആണെന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇങ്ങനെ സംഭവം ഇതിൽ നിങ്ങൾ നോക്കൂ, ഇതിലെല്ലാം ചുവപ്പ് നിറമുള്ള ഒരേ മോഡലല്ലേ? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? ഹോമോ പോളിമർ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഹോമോ പോളിമർ. എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? അതിലെ എല്ലാ യൂണിറ്റുകളും എന്താണ്? ഒരേ ടൈപ്പാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ നോക്കൂ, ഒന്ന് ഇങ്ങനെ, വേറൊരു സംഭവം ഇങ്ങനെ, മറ്റൊന്ന് ഇതുപോലെ. ഇപ്പോൾ നോക്ക്, ഇത് നമ്മൾ വേണമെന്ന് വിളിക്കാം ഹെറ്ററോ പോളിമർ എന്ന് വിളിക്കാം. കാരണം ഇതിലുള്ള യൂണിറ്റുകളെല്ലാം എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഹെറ്ററോ പോളിമർ. ഓക്കെ, സോ പോളിമർ എന്ന് പറഞ്ഞാൽ കുറേ മോണോമറുകൾ, കുറേ ചെറിയ ചെറിയ യൂണിറ്റ് കൂട്ടിച്ചേർത്താൽ എന്തായി? ഒരു പോളിമറായി. ഓക്കെ, സോ പ്രോട്ടീൻ ഈസ് എ ഹെറ്ററോ പോളിമർ. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ചില പ്രോട്ടീനുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽപ്പെട്ട നമ്മുടെ ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില പ്രോട്ടീൻ. ഒന്നാണ് ഗ്ലൂട്ടോഫോർ. ഇറ്റ് ഈസ് എ പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ്റെ ഫങ്ഷൻ പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇയാളുടെ ഫങ്ഷൻ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എനാബിൾസ്
ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു ദ സെൽ. സെല്ലിൻ്റെ അകത്തോട്ട് ഗ്ലൂക്കോസിനെ കടത്തിവിടുന്ന പ്രോട്ടീനാണ് എന്ത്? GLUT4 എന്ന് വിളിക്കുന്ന പ്രോട്ടീൻ. ഇത് കൂടാതെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് സെപ്പറേറ്റ് വേറെ കൊടുത്താട്ടോ. ഇനി ഇത് കൂടാതെ വേറെയും ചില പ്രോട്ടീൻസ് ഉണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊളാജൻ, ഇറ്റ് ഈസ് എ പ്രോട്ടീൻ, ഇൻ്റർ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്. അതുപോലെ എൻസൈമുകളായി പ്രവർത്തിക്കുന്ന പ്രോട്ടീൻസ് ഉണ്ട്. എക്സാമ്പിൾ ട്രിപ്സിൻ. ഹോർമോണുകൾ, നമ്മൾ ഒരുപാട് ഹോർമോൺസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. പല ഹോർമോണുകളും പ്രോട്ടീനുകളാണ്. ഈ എക്സാമ്പിളാണ് ഇൻസുലിൻ. അതുപോലെ രോഗാണുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡികൾ റിസപ്റ്ററുകളായിട്ടൊക്കെ പ്രോട്ടീനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ എക്സാമിൽ വരാവുന്നതാണ്. ഏതാണ്? കൊളാജൻ എന്ന പ്രോട്ടീനെ പറ്റിയാണ്. ആനിമൽസിൻ്റെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീനാണെന്ത്? കൊളാജൻ. ഓക്കെ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ വേൾഡ്. ആനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? കൊളാജൻ പ്രോട്ടീനാണ്. മറ്റൊരു പ്രോട്ടീനാണ് റുബിസ്കോ. റുബിസ്കോ എന്ന് പറഞ്ഞാൽ വേൾഡിൽ, ബയോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ ഉള്ള പ്രോട്ടീൻ്റെ പേരാണെന്ത്? റുബിസ്കോ എന്ന് വിളിക്കുന്ന പ്രോട്ടീൻ. സോ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ബയോസ്ഫിയർ എന്ന് ചോദിച്ചാൽ റുബിസ്കോ ആണ്. ഇൻ ആനിമൽ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊളാജനാണ്. ഇനി പ്രോട്ടീനുകളുടെ സ്ട്രക്ചർ നമുക്ക് പല തലത്തിലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പല ലെവലിലുള്ള പ്രോട്ടീനുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഈ ഒരു ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ബേസ്ഡ് എക്സാമിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ ടൈപ്പ് പ്രോട്ടീന് പ്രൈമറി സ്ട്രക്ചറുള്ള പ്രോട്ടീൻസ്. ഈ പ്രൈമറി സ്ട്രക്ചറിലുള്ള പ്രോട്ടീനിൻ്റെ പ്രത്യേകത, ഇതിൽ അമിനോ ആസിഡുകളെ ഈ കാണുന്നത് പോലെ ഒരു ലോങ് ചെയിനായിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു പ്രോട്ടീനാണ്. ഇതിൻ്റെ സ്ട്രക്ചർ പ്രൈമറി സ്ട്രക്ചറാണ്. കണ്ടോ, ഒരു അമിനോ ആസിഡ് 2, 3, 4 ഇങ്ങനെ ലോങ് ചെയിനായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അടുത്ത തരം പ്രോട്ടീനാണ് സെക്കൻഡറി സ്ട്രക്ചറിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, സെക്കൻഡറി സ്ട്രക്ചറിലുള്ള പ്രോട്ടീൻ നിങ്ങൾ ഇവിടെ നോക്കൂ, ഒരു ഹെലിക്സ് രൂപപ്പെടുന്നുണ്ട് ഇവിടെ ഇങ്ങനെ. സെക്കൻഡറി സ്ട്രക്ചറിലുള്ള പ്രോട്ടീൻ എന്തുണ്ട്? പ്രോട്ടീനുകൾക്ക് ഒരു റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് രൂപപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രോട്ടീനുകളെ വിളിക്കുന്ന പേരാണിത് സെക്കൻഡറി സ്ട്രക്ചർ. ഈ സെക്കൻഡറി സ്ട്രക്ചറിലെ പ്രോട്ടീനുകൾ ഒരു ലെവലിൽ കൂടി ഫോൾഡഡ് ആയി കഴിഞ്ഞാൽ ദാറ്റ് പ്രോട്ടീൻസ് ആർ കോൾഡ് പ്രോട്ടീൻസ് വിത്ത് ടെർഷ്യറി സ്ട്രക്ചർ. ഇവിടെ ഒരിക്കൽ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ long polypeptide chain is folded upon itself and form a hollow ball-like structure. ഇവിടെ ഇതുപോലുള്ള പ്രോട്ടീൻസ് ആണ്. സോ ഇത് ലോങ് പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്. അത് വീണ്ടും ഫോൾഡ് ചെയ്തിട്ടുള്ളതാണ് ടെർഷ്യറി സ്ട്രക്ചറിലുള്ള പ്രോട്ടീൻ. ഇനി നാലാമത്തെ വിഭാഗം പ്രോട്ടീൻസ് ആണ് ക്വാർട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതൊരു പോളിപെപ്റ്റൈഡ് ചെയിനാണ്. പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് അമിനോ ആസിഡിൻ്റെ ഒരു ലോങ് ചെയിൻ. എന്നാൽ ചില പ്രോട്ടീനുകളിൽ ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ പോളിപെപ്റ്റൈഡ് ചെയിൻ കണ്ടില്ല നിങ്ങൾ? മൂന്നാമത്തെ നിങ്ങൾ കണ്ടോ? നാലാമത്തെ ഒന്ന് കണ്ടോ? ഇങ്ങനെ 2, 3, 4 പോളിപെപ്റ്റൈഡ് ചെയിനുകളുള്ള പ്രോട്ടീനുകളുടെ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണിത് ക്വാർട്ടർണറി സ്ട്രക്ചറുള്ള പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ പ്രത്യേകത എന്താ? അതൊരു പോളിപെപ്റ്റൈഡ് ചെയിനാണ്. ഒരു ക്വാർട്ടർണറി സ്ട്രക്ചറുള്ള പ്രോട്ടീനാണ്. അതിൽ 2 ആൽഫ ചെയിനുകളും 2 ബീറ്റ ചെയിനുകളും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഇതൊരു സിംഗിൾ ചെയിനാണല്ലോ. ഇങ്ങനത്തെ 4 എണ്ണം ഇതിൽ കാണാം. 1, 2, 3, 4 ഇത്തരം പ്രോട്ടീൻസാണ് ഇത് ക്വാർട്ടർണറി സ്ട്രക്ചറുള്ള പ്രോട്ടീൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാം തന്നുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ കൃത്യമായിട്ട് അത് ആൻസർ ചെയ്ത് ഫുൾ സ്കോർ നിങ്ങൾ വാങ്ങിയിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ മുൻപ് വന്ന 2022 വന്നൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഒരു സംശയം, ഈ ഡയഗ്രത്തിൽ ഇത് വന്നിട്ടല്ലോ. ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ ഒരു ഡയഗ്രാം നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാമിന് ഈ ഒരു ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ ഇത് ടെർഷ്യറി സ്ട്രക്ചറിലെ പ്രോട്ടീനാണ്. ഓക്കെ, നെയിം 2 ലെവൽ ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ വിച്ച് ആർ നോട്ട് 3D 3D സ്ട്രക്ചർ ഇല്ലാത്ത 2 പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൈമറിയും സെക്കൻഡറിയുമാണ്. ക്വാർട്ടർണറി സ്ട്രക്ചറിൽ പ്രോട്ടീൻ എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട് ഇവിടെ. അതാണ് ഹീമോഗ്ലോബിനാണ്. അവിടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. ഓക്കെ,
ഇത്രയാണ് നമുക്ക് പ്രോട്ടീനുകളെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് പ്രോട്ടീനും അമിനോ ആസിഡുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത് നമുക്ക് 20 മിനിറ്റ് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ഇതിലൂടെ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഒരു 40% നമ്മളിപ്പോൾ സ്കോർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ഭാഗം കൂടി നമ്മൾ കവർ ചെയ്യും. നിങ്ങളെല്ലാവരും ലൈവിലായി ഓൺലൈനായിട്ട് ഉണ്ടായിരിക്കുക. വളരെ ഗംഭീരമായ മാർക്കുകൾ വാങ്ങുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. വെൽക്കം.